വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ ഇന്ന് ഇതാണ് എൻ്റെ ഒരു പുതിയ സെറ്റപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് ആനിമേഷൻ ചെയ്തു. നമ്മുടെ ഗ്രിഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രിഡ്? നമ്മൾ ഈ മാഗസീനിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ലിസൺ ചെയ്തോളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ജംപ് ഇൻ. ഏതൊരു മാഗസീനും ഏതൊരു ബുക്ക് എടുത്താലും അതിനൊരു ഗ്രിഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ന്യൂ ലൈറ്റ്. എങ്ങനെയുണ്ട് പറയൂ, അഭിപ്രായങ്ങൾ പറയൂ കമൻസ് ബിലോ. ഓക്കെ, നിജിൽ എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ജോസഫ് മുള്ളർ ബ്രോക്ക്മാൻ ആണ്. അപ്പോൾ ഇത് ഏതൊരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ കയ്യിൽ വേണ്ട ഒരു ബുക്കാണ്. സോ ഐ തോട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് വിചാരിച്ചു. ആൻഡ് സോ അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ചില കാര്യങ്ങൾ ഓക്കെ അതിനെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ സാധാരണ A4 ഷീറ്റ് അല്ലെങ്കിൽ A4 സൈസ് എന്ന് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്രയധികം സൈസുകൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ട്രസ്റ്റ് മീ, കമൻറ്റ് ബിലോ. ഓക്കെ, ഇഫ് എനി ഓഫ് ദ സൈസസ് ഒരു ഫെമിലാരിറ്റി ഉണ്ടെങ്കിൽ അത് പറയൂ കേട്ടോ. നിങ്ങൾ എവിടേക്കാണ് കണ്ടേക്കണേ? നിങ്ങളിപ്പോൾ A4 എവിടെയാണ് കണ്ടേക്കണേ? A5 എവിടെയാണ് കണ്ടേക്കണേ? A2, A1, A0. നമ്മൾ A0 തൊട്ട് A10 വരെ ഉണ്ട്. A10 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈക്ക് ബിഗാണ്, വെരി ബിഗ്. ഈ ഒരു ബുക്ക് അല്ല, ശരിക്ക് ഹ്യൂജ് ആണ്. വെൻ ഇറ്റ് ഗോസ് more numbers it is bigger, when it goes less number it is very small. അപ്പം നമ്മുടെയൊക്കെ ചാനലിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത് A4 പിന്നെ A5 A6 DL ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. അപ്പോൾ A6 എന്ന് പറയാൻ പോണത് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്. ടൈപ്പോഗ്രഫി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇത്. ടൈംസിൻ്റെ ഒരു ടൈപ്പ് ഫേസിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യണതാണ്. നമ്മുടെ ഏതൊരു പേപ്പറിൽ യൂസ് ചെയ്യണ ഒരു ഫോണ്ടാണ് ഈ ടൈംസ് ന്യൂ റോമൻ. അപ്പോൾ ഓക്കെ, ഇനി സെറിഫ് എന്ന് പറഞ്ഞു അവർ. ഇവിടെ ഞാൻ വായിച്ചില്ലേ സെറിഫ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ അക്ഷരത്തിൻ്റെയും അറ്റത്ത് ഒരു ടെയിലുണ്ടാവും. ഈ ടെയിലിനെയാണ് നമ്മൾ സെറിഫ്. സാൻ സെറിഫ് എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്. സാൻ സെറിഫിന് എപ്പോഴും ദേ ഡോണ്ട് ഹാവ് ദി ടെയിൽ. ഈ ഓരോ അക്ഷരങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയുള്ള ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ this is a sans serif typeface and this is 42, 43 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇവിടെയാണ് കൊണ്ട് എഴുതി വെച്ചേക്കണേ. ഇവിടെയുമല്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെയാണ് എഴുതിയേക്കണത് 42. അപ്പം തന്നെ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഇവിടെ പലതരത്തിലുള്ള പ്ലേസ്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ, ഈ പേജ് നമ്പർ നമുക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം എന്നുള്ളത് ഇത് 20 ഗ്രിഡ് ഫീൽഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ 20 ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചെന്ന ആ ഗ്രിഡ് ഉണ്ടല്ലോ, അതിനെ അവർ 20 ഡിവൈഡ് ചെയ്തിട്ട് കണ്ടന്റ് പ്ലേസ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ പ്ലേസ് ചെയ്ത് ഇവിടെ കണ്ടോ ഫോട്ടോസ്. ഈ ഓരോ ഫോട്ടോസും ഓരോ ഗ്രിഡിലാണ് ഇരിക്കണേ. ഒരു മാഗസീൻ ആയിരുന്നു, അതിലത്തെ ഉള്ളിലത്തെ ഒരു എങ്ങനെയാണ് അവർ ചെയ്തേക്കണേ എന്നുള്ളതായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കണ്ടിട്ട് നമുക്ക് ബൈ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് മീ. അപ്പോൾ അടുത്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇന്ന് വന്നതാണ്. ആൻഡ് ഡ്രം റോൾസ് വി ആർ ബാക്ക് വിത്ത് സം ആർട്ട് കുട്ടീസ്. വെൽ, ഓണം വരികയാണ്. ഓണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്ബുക്കും നോട്ട് പാഡും. ടടാ! സോ ദീസ് ആർ ലൈക്ക് A6. ഞാൻ കാണിച്ചു തന്നില്ലേ ഗ്രിഡ് സിസ്റ്റം പഠിപ്പിച്ചപ്പോൾ A6 അല്ലേ.
ഇത് A6 ആണ്, ഇത് A5 ആണ്. ഓക്കെ, കണ്ടോ? A6നെ 2 വെച്ച് കഴിഞ്ഞാൽ A5 കിട്ടി, കണ്ടോ? അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ പാഡാണ്, നോട്ട് പാഡ്സ് ആണ്. യു ക്യാൻ റൈറ്റ് ഇറ്റ്. നല്ല ഇത് ഓണത്തിനുള്ള ഓണം വൈബ് അറ്റ് ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് ആണ് ഇത്. ഇതും പിന്നെ ഇതെന്ന് പറയണത് ഇങ്ങനെ ഒരു കവറും ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ആണ്. ഇത് ഉള്ളിൽ സംതിങ് ഈസ് ദേർ. സോ ഐ എം നോട്ട് ഷോയിങ് ദ ഉള്ളിലുള്ള ഭാഗം. ഇത് മാത്രമേ കാണിച്ചു തരാം. സോ ഇതൊരു പുതിയൊരു സംഭവമാണ്, വേർ യു ക്യാൻ ലേൺ സംതിങ് അബൌട്ട് ഓണം ആൻഡ് ഒരു ആക്ടിവിറ്റി ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. സോ ഡു ഓർഡർ ദീസ് ടു. ഇത് 300 ആൻഡ് ദിസ് ഇസ് 225. സോ ഇഫ് യു വാണ്ട് ദിസ് പ്ലീസ് കമൻറ്റ് ബിലോ. സോ അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. Until next time, thank you for joining me into this കുട്ടി grid video.